ഹലോ ഡിയേഴ്സ്, നമ്മൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചു. ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ്. വലിയ പാർട്ടി ഫങ്ഷൻസ് അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുക. പോകുമ്പോഴുള്ള റോഡിൻ്റെ ഒരു അവസ്ഥ ഒന്ന് കാണണം കേട്ടോ. ഫുള്ള് കുണ്ടും കുഴിയ മഴയൊക്കെ പെയ്തിട്ട്. പിന്നെ നമ്മൾ കാറിലായിരുന്നു പോയത്. ഞാൻ, ഹസ്ബൻഡ്, പിള്ളേർ, പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ പെങ്ങളെ മോളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി. നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം പുറത്തിരുത്തും. ആ സമയത്ത് നമ്മൾ ഫോട്ടോഷൂട്ടായിരിക്കും ഫുള്ള്. പിന്നെ മിറർ കണ്ടാൽ നമ്മളെ അവസ്ഥ ഇത് തന്നെയല്ലേ, ഫുള്ള് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും. പക്ഷെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും കിട്ടുന്നുണ്ട് ആ മിററിൽ. പിന്നെ നമ്മളവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ആണ്. ഫുഡ് ഓർഡർ ചെയ്തു, എന്നാൽ വലിയ ലാഗൊന്നും അടുപ്പിക്കാത്ത ഒരു ഫുഡൊക്കെ കൊണ്ടു തരുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണെന്ന് കൂടി പറയാട്ടെ. ഇത് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലാണെങ്കിലും ഇത് മെയിനായിട്ട് വരുന്നത് കാഞ്ഞങ്ങാടോടടുത്താണ്. അവിടുത്തെ മെയിൻ സ്പെഷ്യൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഓർഡർ ആക്കിയിട്ടുള്ളത്. വെയിറ്റിംഗ് ആണ്. അതിൻ്റെ അടുക്ക് മോന് ചെറുതായിട്ടൊന്ന് സോഫയിൽ നിന്ന് വീണ്. അങ്ങനെ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് മിണ്ടാതെ ഇരുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ. അപ്പോൾ ഫോണ് കിട്ടിയത് കൊണ്ട് ആ വീണതിൻ്റെ വേദനയൊക്കെ ഒന്ന് മറന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇരുന്നപാട് കൊണ്ട് തരുന്ന സംഭവമാണല്ലോ ഈ സലാഡ്. അങ്ങനെ സലാഡും കഴിച്ചിട്ട് ഫുഡിന് വെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട്. സാലഡ് തീർന്നു, ഫുഡ് അപ്പോഴത്തേക്കാണ് എത്തിയത്. അങ്ങനെ വീണ്ടും സാലഡ് അവർ കൊണ്ടു തന്നു. പിന്നെ മോന് അവിടെ സോഫയിൽ നിന്ന് ജസ്റ്റ് താഴെ വീണിട്ടുണ്ടായി. അങ്ങനെ കുറേ കരഞ്ഞു. ആ കരച്ചിൽ മാറ്റാനായിട്ട് ഫോണൊക്കെ കയ്യിൽ കൊടുത്തു. പിന്നെ അപ്പോഴൊക്കെ കുറച്ചുകൊണ്ട് കരച്ചിലടങ്ങി. പിന്നെ ബർത്ത്ഡേ ഉള്ള മോന് എല്ലാവർക്കും കുക്കുംബറൊക്കെ വായിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ഫുഡെല്ലാം എത്തി. നമ്മൾ മന്തിയാണ് ഓർഡർ ആക്കിയത്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 2-3 രീതിയിലുണ്ട്, 2-3 തരത്തിൽ മന്തിയുണ്ട്. നമ്മൾ പെരിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഈ ഒരു സ്പോട്ട്. റഹ്മാനിയ കാഞ്ഞങ്ങാട് കേട്ടോ. നല്ല അടിപൊളി മന്തി കിട്ടും നിങ്ങൾക്ക്. പിന്നെ അതേപോലെ നമ്മൾ അത് നേരെ തിരിച്ച് നമ്മളൊരു കേക്കിന് ഓർഡർ ആക്കിയിട്ടുണ്ടായത് ചെറുക്കണത്താണ്. അപ്പോൾ നമ്മൾ വിളിച്ചിട്ടാകുമ്പോൾ അവർ എന്തോ ആവശ്യത്തിന് പുറത്ത് പോയിട്ടുണ്ടായി. അങ്ങനെ കുറച്ച് ചെറുക്കണത്ത് വെയിറ്റ് ആക്കണം വന്നു. ആ സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ ഫേമസ് ആയ ഒരു ഷോപ്പിൽ കയറി. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ചെറുമുറും. ഈ ഒരു ഷോപ്പിലെ മെയിൻ സംഭവമാണ് ഈ ചെറുമുറും അവിൽ മിൽക്കും. ഞങ്ങൾ ചെറുമുറുക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിട്ട് ഞങ്ങൾ മറ്റെന്താണ് അവിൽ മിൽക്ക് മാത്രമാണ് ഓർഡർ ആക്കിയത്. കാരണം ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നതുകൊണ്ട് വേറെ ഫുള്ളായിട്ടുണ്ടായി. പിന്നെ കേക്ക് ഓർഡർ ആക്കിയാൽ പറഞ്ഞ് ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ പുരയിൽ പോയിട്ട് കേക്കെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പുരയിൽ നിന്നാണ് കേട്ടോ വന്നിട്ട് മുറിച്ചത്. ശരിക്കും ഞങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായത് നമ്മൾ പയ്യന്നൂരൊക്കെ പോകാൻ ചാടുന്ന കേക്കൊക്കെ മുറിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കേക്ക് ആ സമയത്ത് വാങ്ങാൻ പറ്റിയില്ല ഇവരുടെ അടുത്തുനിന്ന് പോയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വരുമ്പോൾ കേക്ക് അവരുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടായിട്ട് മുറിച്ചത്. പിന്നെ രാത്രിയല്ലേ, ഫുഡൊക്കെ കഴിച്ച് നല്ല വേറെ ഫുള്ളായതുകൊണ്ട് കേക്കും കഴിച്ചു അത്യാവശ്യം. പിന്നെ അവിൽ മിൽക്കും ഒക്കെ കഴിച്ചതുകൊണ്ട് നല്ല വേറെ ഫില്ലായിട്ടുണ്ടായി. പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയൊരു കഷ്ണം കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മൾ വലിയ രീതിക്കൊന്നും ബർത്ത്ഡേ ആഘോഷിക്കാറില്ല, ചെറിയ രീതിക്ക് ഇതുപോലെ ആഘോഷിക്കാറുള്ളൂ നമ്മൾ തന്നെ. പിന്നെ ചെറിയ പ്രായത്തിൽ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കാറുള്ളൂ. അടുത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ